ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ കയ്യിലിരിക്കുന്ന വെജിറ്റബിള് നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് അറിയാമായിരിക്കും. നാട്ടില് സൂപ്പർ മാർക്കറ്റുകളിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇത് ചില സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ പേരാണ് അസ്പാരഗസ്. യൂറോപ്പിലും മറ്റും ഇവര് മീറ്റിന്റെ കൂടെയും ഫിഷിന്റെ കൂടെയും ഇത് സ്റ്റർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോടും ചോദിച്ചപ്പോൾ അവരുടെ വീട്ടിലൊന്നും ഇത് മേടിക്കാറില്ല. പക്ഷേ ഇതുകൊണ്ട് നല്ലൊരു തോരൻ വെക്കാൻ സാധിക്കും. നമ്മുടെ ബീൻസ് അല്ലെങ്കിൽ അധികം മൂക്കാത്ത നീളം പയർ, അച്ചിങ്ങപ്പയർ, അതൊക്കെ തോരൻ വെക്കുന്ന പോലെ അതേ ഒരു ടേസ്റ്റ് ആണ്. വളരെ കുറച്ച് പണി മാത്രമേ ഉള്ളൂ. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോഴേ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് കഴുകുക, ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക, ബാക്കി കുഞ്ഞായിട്ട് അരിയുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് അസ്പാരഗസ്. യൂറോപ്യൻ നാടുകളിൽ മീറ്റിൻ്റെ കൂടെയും ഫിഷിൻ്റെ കൂടെയും സ്റ്റർ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. മറ്റു പല രീതികളിലും ഇവരിത് കുക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ മലയാളികളുടെ വീടുകളിൽ ഇത് അത്ര പരിചിതമല്ലാത്തൊരു വെജിറ്റബിളാണ്. അത് ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ പല ഫ്രണ്ട്സിനോടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അസ്പാരഗസ് എന്താണെന്ന് വരെ ചോദിച്ചവരുണ്ട്. കാരണം അത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലൊരു മഷിത്തണ്ടൊക്കെ പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ തണ്ട് തന്നെയാണ് കറി വെക്കുന്നത്, അധികം ഇലയൊന്നുമില്ല. ആദ്യമേ തന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കളയുകയാണ്. കാരണം അതിന് കുറച്ച് നാര് കൂടുതൽ കാണും. പിന്നെ എന്താ വെച്ചാൽ ഇതേ ചെറുതായിട്ട് അരിയുക. അപ്പം നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ, ഇതിൻ്റെ ഒരു ഭാഗവും കളയാനില്ല. അവസാനത്തെ ആ പൂ പോലെ ഇരിക്കുന്ന അവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഇതുപോലെയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഓക്കെ, അതുപോലെ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അസ്പാരഗസ് തോരനാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ, അസ്പാരഗസ്, പിന്നെ അല്പം ഉള്ളി, പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ എണ്ണ. ഇത്ര ഐറ്റംസ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ തോരൻ ഉണ്ടാക്കി കഴിയാം. അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ഓവനിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനൊരു കണക്ക് പറയാത്തത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാൻ ഇടാം. കടുക് വേണമെങ്കിൽ ഒഴിവാക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അസ്പാരഗസ് ഇടാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം നമ്മൾ ഇത് വേകാൻ ആവശ്യമായ അല്പം വെള്ളം, ചിലപ്പോൾ ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് മൂടി അടച്ചു വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിനകത്ത് മഞ്ഞൾപ്പൊടിയോ പച്ചമുളകോ ഒന്നും ഇട്ടിട്ടില്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പക്ഷേ അധികം പിള്ളേർക്കൊക്കെ കൊടുക്കൊണ്ടുകൊണ്ട് എരിവൊന്നും അധികം ഇടാതെയാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്തിട്ട്, അതായത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി. നമ്മുടെ തോരൻ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. അത് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അതായത് കട്ട് ചെയ്യുമ്പോൾ മുതൽ തീരുന്നവരെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ തോരൻ റെഡി. അപ്പോൾ നമുക്ക് ഇത് ഇനിയിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് വെക്കാം.
അപ്പോൾ നമ്മുടെ അസ്പാരഗസ് തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ ഇത് കിട്ടുന്നതാണ്. കഴിക്കാത്തവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് മേടിച്ച് തോരൻ വെച്ച് നോക്കുക. ചോറിൻ്റെ കൂടെയും മറ്റും നല്ല ഒരു ഐറ്റമാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നാട്ടിൽ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പക്ഷേ ഇത് കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലായ സിങ് ഫുഡ് ബൈ സ്റ്റിനിൽ എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.